പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 3-ാം വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 10 വേഴ്സ് 3 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ രചിക്കപ്പെട്ട ധന്യമായ 31 അധ്യായങ്ങളുള്ള സദൃശ്യവാക്യങ്ങൾ. നമ്മുടെ ജീവജല വാഗ്ദത്ത വചനത്തിൽ അനേക പ്രാവശ്യങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഓരോ ദിവസത്തെയും തീയതി അനുസരിച്ച് അതാത് ദിനത്തേക്ക് അതാത് അധ്യായങ്ങൾ നാം അതിരാവിലെ വായിച്ച് നമ്മുടെ യാത്രകൾ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിയാൽ നിശ്ചയമായും അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും, നമുക്കൊരു ചൂണ്ടുപലകയായിരിക്കും, നമ്മളെ നയിക്കുവാൻ നടത്തുവാൻ നല്ലൊരു മാർഗദർശിയായി മാറും. അത്ര വളരെ ചിന്തോദീപകവും ഉപദേശ അനുസരണമായ ധന്യമായ 31 അധ്യായങ്ങൾ. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു വിശ്വാസിയുടെ ദൈവ പൈതലിന്റെ ഒരു ഭക്തന്റെ പ്രത്യേകതയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഒരു പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവത്തെ മാത്രം പിൻപറ്റുന്ന, നമുക്ക് ചുറ്റും എന്തെല്ലാം നടന്നാലും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തെ മാത്രം മുൻനിർത്തി മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം പട്ടിണിക്കിടുകയില്ല. പട്ടിണിക്കിടുകയില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറും അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്നു പോകും എന്നത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ നിന്നെ മാനിക്കാതിരിക്കുകയില്ല, കരുതാതിരിക്കുകയില്ല, അനുഗ്രഹിക്കാതിരിക്കുകയില്ല. അതേ സമയത്ത് ദുഷ്ടന്റെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. നമുക്കറിയാം, ദുഷ്ടന്റെ കൊതി ഒരിക്കലും തീരുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞാൻ ആരാണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്താനും കൂടെ ഉതകുന്നതാണ്. ഒരു ദൈവഭക്തനാണെങ്കിൽ ഉള്ളത് കൊണ്ട് സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കും. അല്ല, ഒരു ദുഷ്ടനാന്നുള്ളൊരു തെളിവാണ് എത്ര കിട്ടിയാലും തികയുന്നില്ല, ആർത്തി അവസാനിക്കുന്നില്ല, ലഭിച്ചിരിക്കുന്നതിലൊന്നും ഒരു തൃപ്തിയില്ല, സന്തോഷമില്ല, പിന്നെയും പിന്നെയും കിട്ടണം, ലഭിക്കണം, നേടണം, പ്രാപിക്കണം എന്നുള്ള വലിയ ആവേശത്തിൽ ഓടുകയാണ്. വചനം പറയുന്നു, അങ്ങനെയുള്ള ദുഷ്ട നിന്റെ കൊതിയെ സ്വർഗം തള്ളിക്കളയും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് ദുഷ്ടന്റെ കൊതിയാണോ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നത്, അതോ ഒരു ദൈവഭക്തന്റെ ഉള്ളതിലുള്ള തൃപ്തിയാണോ? അതെ, നമുക്ക് ലഭിക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളിലും തൃപ്തരായിരിക്കണം. ഒന്ന് ഓർത്തു നോക്കാട്ടെ. പൊക്കമില്ലെങ്കിൽ പ്രശ്നം, പൊക്കം കൂടിയ പ്രശ്നം. മുടി ഇല്ലെങ്കിൽ പ്രശ്നം, മുടി വെളുത്താൽ പ്രശ്നം. എവിടെയാ പ്രശ്നമില്ലാത്തത്? നമ്മുടെ കളറ് അടച്ചുപോയാൽ പ്രശ്നം. എന്ന് വേണ്ട സർവത്ര പ്രശ്നങ്ങളാണ്. ഒന്നിനും തൃപ്തിയില്ല.
മഴ വന്നാൽ പ്രശ്നം, മഴയില്ലേ പ്രശ്നം. ചൂടായാൽ പ്രശ്നം, തണുപ്പായാൽ പ്രശ്നം. കാറ്റായാൽ പ്രശ്നം, മഴയായാൽ പ്രശ്നം. നമ്മൾ ഒന്നിലും സ്വസ്ഥരല്ല, തൃപ്തരല്ല. ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ അങ്ങനെ ആവാൻ പാടില്ല. ഇന്നത്തെ ദിനം എൻ്റെ അവസ്ഥ ദൈവം ഇങ്ങനെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ദൈവം ഇങ്ങനെയാണ് എൻ്റെ ജനനത്തിന് മുൻപേ 2024 ജൂൺ മാസം 25 ചൊവ്വാഴ്ച ഞാൻ എന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് ഇന്ന നിലയിൽ ഈ രൂപത്തിൽ ഈ അവസ്ഥയിലായിരിക്കുമെന്ന് ദൈവം നേരത്തെ പദ്ധതി ഇട്ടതിനാൽ സ്തോത്രം. ആ നിലയിൽ ഞാൻ ഇന്ന് കടന്നു പോകണം. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, അവസ്ഥകൾ, ദാരിദ്ര്യങ്ങൾ, സമ്പന്നതകൾ, നന്മകൾ, ചിരികൾ, സന്തോഷങ്ങൾ, ജോലിയിലെ പ്രശ്നം, കുടുംബത്തിലെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ പ്രശ്നം, സമാധാനം, പ്രാർത്ഥന, ആരാധന എന്ന് വേണ്ട ഒരു മനുഷ്യ ജീവിതത്തിലെ സമ്മിശ്രമായ സകലവും ദൈവം പ്രീപ്ലാൻഡ് ചെയ്ത് സ്കെച്ച് ചെയ്തതാണ് എന്നൊരു ദൈവ പൈതൽ കണ്ണടച്ച് വിശ്വസിക്കുവാൻ തയ്യാറായാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, പിന്നെ നമുക്ക് ഭാരമില്ല, ഭയമില്ല, പരാതിയില്ല, വിഷമമില്ല, ഉറക്കക്കുറവും വരികയില്ല. കാരണം ഇതെന്റെ തമ്പുരാൻ എനിക്ക് പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭാരപ്പെടേണ്ടത്? അല്ല. എല്ലാത്തിലും പരാതിയും അതൃപ്തിയും അസന്തുഷ്ടിയുമാണോ അതിന്റെ അർത്ഥം? ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ 2ാം ഭാഗം പറഞ്ഞിരിക്കുന്ന ദുഷ്ടനായ കൊതിയനാണ് ഞാൻ നിങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വയം വിലയിരുത്തുക. വചനം പറയുന്ന ഒരു ഭക്തനായ ദൈവദാസനായ, ദൈവം ഒരിക്കലും പട്ടിണിക്കിടാത്ത ഒരു ദൈവഭക്തനായ, എല്ലാത്തിലും തൃപ്തിയുള്ളവനാണോ ഞാൻ? അതോ ദൈവം പോലും എന്റെ ആഗ്രഹത്തെ മാനിക്കാതെ തള്ളിക്കളയുന്ന ഒരു ദുഷ്ടനാണോ ഞാൻ? പ്രിയമുള്ളവരെ, ദൈവം നൽകിയിരിക്കുന്ന നന്മയിൽ, ലഭിക്കപ്പെട്ട എല്ലാ അനുഗ്രഹത്തിലും സ്തോത്രം പറയുവാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ഇത് കർത്താവിന്റെ ദാനമാണ് എന്ന് മാത്രം ഓർത്ത് അനുഗ്രഹത്തോടെ മുന്നേറുക. ഇന്നത്തെ ദിനം ജീവജലം ശ്രവിക്കുന്ന ഏവരും നിങ്ങൾക്ക് എന്ത് ദൈവം നൽകിയിട്ടുണ്ടോ അതിനെ നോക്കി നിങ്ങളുടെ വലം കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ, ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമേ, ഒരർഹതയുമില്ലാത്ത എനിക്ക് ഇവയെല്ലാം ഇന്ന് നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം. എനിക്ക് കുടുംബജീവിതം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, വാഹനം നൽകി, ജോലി നൽകി, ആരോഗ്യം നൽകി, കഴിവ് നൽകി, സമ്പത്ത് നൽകി, സൗന്ദര്യം നൽകി. എല്ലാറ്റിനായും സ്തോത്രം. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നല്ലോ, നന്ദിയപ്പ. എന്റെ ചെവി കൊണ്ട് കേൾക്കുവാൻ കഴിയുന്നല്ലോ, സ്തോത്രമപ്പ. എന്റെ നാവ് സംസാരിക്കാൻ പ്രാപ്തമായല്ലോ, ഹല്ലേലൂയ കർത്താവേ. പറയാൻ കഴിയുമോ പ്രിയമുള്ളവരെ? കഴിയണം. അതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് ലഭിക്കപ്പെട്ട നന്മകൾക്ക് നന്ദി പറഞ്ഞാട്ട്, സ്തോത്രം ചെയ്താട്ട്, സ്തുതിയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവാൻ നാം യോഗ്യരായി, പ്രാപ്തരായി, നാം അതിനുവേണ്ടി ഉത്സുകരായി തീരണമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഭക്തന്മാരെ ഒരിക്കലും പട്ടിണിക്കിടുന്ന ദൈവമല്ല, അവിടുന്ന് കരുതുന്ന ദൈവമാ, പോറ്റി പുലർത്തുന്ന ദൈവമാ. അനേക ഭക്തന്മാരെ അങ്ങനെ നടത്തി.
ഞങ്ങളുടെ പിതാക്കന്മാരെയും ഞങ്ങളെയും അങ്ങനെ നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ദുഷ്ടരായി തീരാതെ ലഭിക്കപ്പെട്ടതിൽ തൃപ്തിയുള്ളവരായി സ്തോത്രത്തോടെ ജീവിപ്പാൻ ഇന്ന് ഞങ്ങളെ വചനത്തിൽ കൂടെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ട ദൈവവചനം പോലെ ലഭിക്കപ്പെട്ട എല്ലാ നന്മയ്ക്കും സ്തോത്രം ചെയ്തുകൊണ്ട് സ്തുതിയോടെ ജീവിക്കുക. ദൈവം കരുതുന്ന ദൈവമാ, കാക്കുന്ന ദൈവമാ. നമ്മളെ പട്ടിണിക്കിടുകയില്ല. അത് ഒരു നേരത്തെ അന്നം എന്നുള്ളതല്ല, ഒന്നിലും മുടക്കം വരാതെ മുട്ടുവരാതെ ദൈവം വഴി ഒരുക്കും. പ്രിയമുള്ളവരെ, അതെ, ദൈവം തൻ്റെ ഭക്തന്മാരെ കൊണ്ട്, അനേകരെ കൊണ്ട് നമ്മുടെ കാര്യം നിർവഹിക്കും. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വ്യാകുലപ്പെട്ടിരിക്കുന്നോ, അതിന്മേൽ ഏലിയാവിന്റെ കാക്കയെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഏത് വിഷയവും, ഏത് രാജ്യത്തും, എവിടെയുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഏലിയാവിന്റെ കാക്കയുടെ വരവ് നിന്നാലും, ഹല്ലേലൂയ, കെരീത് തോട്ടിലെ വെള്ളം വറ്റിയാലും, സാരേഭാത്തിൽ ഒരു വിധവയെ കരുതുന്ന ദൈവം തന്റെ ഭക്തനെ പട്ടിണിക്കിടുകയില്ല. ആ ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഏവരോടും കൂടെയിരിക്കട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ, ദൈവകൃപയുടെ ദിനമായി തീരട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.